മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് ഛോട്ടാ മുംബൈ. അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2007-ൽ റിലീസായ ചിത്രം വലിയ വിജയമായി മാറി. മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം നിർമ്മിച്ചത് മണിയമ്പിള്ള രാജുവാണ്. ഭാവന, ജഗതി ശ്രീകുമാർ, ഇന്ദ്രജിത്ത്, സിദ്ദിഖ്, കലാഭവൻ മണി, മണിക്കുട്ടൻ തുടങ്ങി വൻ താരനിര ഉണ്ടായിരുന്നു. ചിത്രത്തിലെ തമാശകളും പാട്ടുകളും എല്ലാം ആ കാലത്ത് എല്ലാവരും ഏറ്റെടുത്തിരുന്നു. കേരളത്തിലെ തിയേറ്ററുകളിലെല്ലാം ഓളം സൃഷ്ടിക്കാൻ ഛോട്ടാ മുംബൈക്ക് സാധിച്ചിരുന്നു. 18 വർഷത്തിനു ശേഷം വീണ്ടും 4K സാങ്കേതിക വിദ്യയിൽ റിലീസ് ചെയ്ത ചിത്രത്തെ ആഘോഷത്തോടെയാണ് ആരാധകർ വരവേറ്റത്. ചിത്രത്തിൽ ഷക്കീലയും ഒരു ഭാഗത്തിൽ അഭിനയിച്ചിരുന്നു. സിനിമാ താരം ഷക്കീല തന്നെയാണ് ചിത്രത്തിൽ അവർ എത്തിയത്. ഇപ്പോൾ ഷക്കീലെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സിനിമയുടെ എഴുത്തുകാരൻ ബെന്നി പി നായരമ്പലം. കൗമുദിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹ്യൂമർ കിട്ടാൻ എന്തു വഴിയാണെന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് മുൻകാലങ്ങളിൽ ഷക്കീല ചിത്രങ്ങൾ തരംഗമായതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കുറെ ആളുകൾ കണ്ടതാണ് ഷക്കീലെ പടം എന്ന് പറഞ്ഞ തരംഗം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ഷക്കീലെ കൊണ്ടുവന്നാലോ എന്നുള്ള ഒരു ആലോചന വന്നത്. അതൊരു പ്ലസ് ആണ്. ലാലേട്ടന്റെ ഒരു ചിത്രത്തിൽ ഫാമിലി പ്രേക്ഷകർ കാണുന്ന പടത്തിൽ ഷക്കീല വരുന്നു എന്ന് പറയുമ്പോൾ ഷക്കീലെ കാണാനുള്ള ഒരു താല്പര്യം സ്ത്രീകൾക്കെങ്കിലും ഉണ്ടാകും. ആണുങ്ങൾ പലരെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. അങ്ങനെ ഷക്കീലെ കൊണ്ടുവരാൻ തീരുമാനമായി. ബെന്നി പി നായരമ്പലം പറഞ്ഞു.